ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഐ ആം കേരളൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറി, കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ ഏകദേശം സെയിം ഒരു സ്റ്റൈലാണ് മീൻകറി വെക്കുന്നത്. ചിലപ്പോൾ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്ന് അവിടെ താമസിക്കുന്നവരും വർഷങ്ങളായിട്ടുള്ളവരൊക്കെ അവരുടെ നാട്ടിലെ സ്റ്റൈലോ ഒക്കെ ആയിരിക്കാം ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല് ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അവരുടേതായ ഓരോ സ്റ്റൈലിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും പഴമയുടെ ഓർമ്മയിൽ പണ്ട് എങ്ങനെയാണോ വെച്ചിരുന്നത് അതുപോലെ സിമ്പിളായിട്ടുള്ള കോട്ടയം സ്റ്റൈലെന്നോ ഇടുക്കി സ്റ്റൈലെന്നോ ഒക്കെ പറയാവുന്ന ഒരു നാടൻ സ്റ്റൈൽ മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ യാത്രാ വീഡിയോസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതും കാണണം. അതുപോലെ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മുഴുവനായും വീഡിയോ കാണാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ പറയാനുള്ളത്, നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് എവിടെയുള്ളവരാണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോസൊക്കെ കണ്ട് നമ്മൾ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല, എങ്കിലും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ്, ഈസി റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കണം. എന്താണ് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കേണ്ടത്, നിങ്ങൾക്കറിയാത്തത്, പുതിയതായിട്ട് ഒട്ടും കുക്കിങ്ങിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എളുപ്പമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഉള്ള എന്തൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം, അറിയാത്തത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ ഉറപ്പായും കുക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളപ്പോൾ വീഡിയോസ് കാണുക. താങ്ക് യു. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക്, നമ്മുടെ മീൻ കറിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ്. കടുക് ആവശ്യമുള്ളവർക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉലുവയാണ് ഇടുന്നത്. കടുക് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് 2 ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യം ഇടുന്നവർക്ക് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കരിയാതെ തീയൊക്കെ കുറച്ച് കൊടുക്കാം. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് ചട്ടി നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് വെക്കണം. പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടിയൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പം അതിലേക്ക് നമ്മൾ പൊടികൾ കൊടുക്കാം. അതിനായിട്ട് വേണ്ടത് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ പൊടി. അപ്പോൾ ആദ്യം നമുക്ക് എരിവുള്ള മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു കളറിനും ഒക്കെ വേണ്ടി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടത്തിൽ മഞ്ഞൾ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണ തിളയ്ക്കുന്നവരെ നമുക്ക് അത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ കളയാം. നല്ല കളറിൽ റെഡ് കളറിലാണ് കിട്ടുന്നതെങ്കിൽ കാശ്മീരി നന്നായിട്ട് ഇട്ടാൽ മതി. ഇച്ചിരി കൂടെ ബ്രൗൺ, ഒരു കടുത്ത കളറാണ് താല്പര്യമെങ്കിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇച്ചിരി കൊഴുപ്പ് കിട്ടും. അതും അല്ലെങ്കിൽ നമുക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. തനി നാടൻ രീതി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആഡ് ചെയ്യേണ്ട. എന്നുവെച്ചാൽ മല്ലി നമുക്ക് ആഡ് ചെയ്യാം. കേടാകാതൊക്കെ ഒത്തിരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും ഇടാതെ ഇരിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ പോകുന്നത് വരെ ഇളക്കി കൊടുത്ത് ആ എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക്
നമുക്ക് ഫിഷ് മസാലയും ഒക്കെ ഇടുന്നത് കൊഴുപ്പിന് വേണ്ടിയാണ് മല്ലിയൊക്കെ ഇടുന്നത്. ഇവിടെ അതിനുവേണ്ടി ഞാൻ കുറച്ച് തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഒത്തിരി കൊഴുപ്പൊന്നും വേണ്ട. നമ്മൾ ഒത്തിരി ശകലം കുറുക്കിയെടുത്താലും അത്യാവശ്യം കൊഴുപ്പൊക്കെ കിട്ടും, നല്ല രുചിയും കിട്ടും ഇതൊന്നും ചേർത്തില്ലെങ്കിലും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ഓൾറെഡി കൊടുത്തുള്ള ഒരു നാടൻ രീതിയിലുള്ള മീൻ കറിയാണ്. നമ്മളതിലേക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിലേക്ക് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പുളിയും കറിവേപ്പിലയൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഏതാണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഉള്ളിയും എല്ലാം അതിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് വേട്ടെ. ആ കൂട്ടത്തിൽ നമുക്ക് നമ്മളുടെ പുളിയും ഉപ്പ് ചേർത്ത് കൊടുത്തു. ആ കൂടെ നമ്മളിനി അടുത്തത് ഫിഷ് അല്ലെങ്കിൽ മീൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ നോക്കി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം. പുളി ഇട്ടതായതുകൊണ്ട് ഉപ്പ് അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ തൊലിയൊക്കെ കളഞ്ഞ് മീൻ അവർ കടയിൽ നിന്ന് കട്ട് ചെയ്ത് തന്നപ്പോൾ തൊലി കളയാതെ തന്നപ്പോൾ എനിക്ക് പറ്റിയതുപോലെ ഞാൻ തൊലിയൊക്കെ കുറേ കളഞ്ഞു, കുറേ പറ്റാത്തത് കളയാതെ ഇട്ടിട്ടുണ്ട്. തൊലി കളഞ്ഞാണ് ശരിക്കും. തൊലിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം. തലയും ഇട്ടിട്ടുണ്ട്. അത് ചാറിൻ്റെ കൂടെ ആകുമ്പം നല്ലതാണല്ലോ, കപ്പയ്ക്കൊക്കെ ആകുമ്പം നന്നായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് അതിടാം, അല്ലാത്തവർക്ക് അത് കളയാം. തലയൊക്കെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് വേകാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് തക്കാളി അരച്ചെടുക്കാം. ഒരു തക്കാളി അല്ലെങ്കിൽ പകുതിയെ പുളിയുടെ അനുസരിച്ചും അതുപോലെ നമുക്ക് കൊഴുപ്പിൻ്റെ അനുസരിച്ചും അടിച്ചെടുക്കും. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ കുറച്ച് ഒരു പകുതി മതിയായിരിക്കും. അത് അടിച്ചെടുത്ത് ഒരു അത്യാവശ്യം കൊഴുപ്പിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം കളറൊക്കെ ആയിട്ട് കിട്ടും. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമില്ലാത്തൊരൈറ്റമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനല്ലാതെയും ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇച്ചിരിയുടെ കളറിനും അതുപോലെ ഒരു ഫ്ലേവറിനും എന്ന് വെച്ച് ആ മീൻകറിയുടെ ആ ശരിക്കും നാടൻ രുചിയൊന്നും പോവില്ല. അങ്ങനെ അത് വെന്ത് വരുമ്പോൾ ഇപ്പോൾ ഒരു പരുവമായിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് എല്ലാം മസാലയെല്ലാം മുളകെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്, പുളിയൊക്കെ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് ഇനി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയുടെ 2 സൈഡിലും പിടിച്ച് നമുക്ക് തുണി കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ പിടിച്ച് നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ എല്ലായിടത്തേക്കും പടരും. അങ്ങനെ നമ്മളത് തീ ഓൾറെഡി ഓഫ് ചെയ്തതാണ്. ഓഫ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇത് പിറ്റേ ദിവസത്തേക്കാകുമ്പോൾ ഒന്നും കൂടെ പുളിയും മുളകും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ നാടൻ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡാണോ അതിലൂടെ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മീൻ കറി ഇഷ്ടമായെങ്കിൽ ഇതറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് ട്രൈ ചെയ്യാം. താങ്ക് യു.